നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തുളസിച്ചെടിയുടെ മഹത്വവും പ്രാധാന്യത്തെയും കുറിച്ചാണ്. വീട്ടിൽ നട്ടാൽ ദൈവിക അനുഗ്രഹവും ഭാഗ്യവും നൽകുന്ന വിശുദ്ധമായ ചെടിയാണ് തുളസി. ഇത് ഒരു സാധാരണ ചെടിയല്ല, ഭഗവാൻ വിഷ്ണുവിനെയും ശ്രീകൃഷ്ണനുമുള്ള പ്രിയപ്പെട്ട സമർപ്പണമാണ്. അതുകൊണ്ടു തന്നെ ഓരോ വീട്ടിലും തുളസി ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ പുരാതന വിശ്വാസം പറയും. ദൈവവുമായി ബന്ധപ്പെട്ട മഹത്വം. തുളസി ലക്ഷ്മി ദേവിയുടെ അവതാരമെന്നാണ് വിശ്വാസം. വിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും പൂജയിൽ തുളസിയില്ലാതെ സമർപ്പണം പൂർത്തിയാവില്ല. തുളസി വീട്ടിലുണ്ടെങ്കിൽ ദൈവിക ശക്തിയും ആരോഗ്യവും സമൃദ്ധിയും ഒരുമിച്ചു നിറയും. തുളസി വെക്കേണ്ട നല്ല സ്ഥലങ്ങൾ. വീട്ടിൽ തുളസി വെക്കുമ്പോൾ ശരിയായ ദിശയിലും സ്ഥലവും തിരഞ്ഞെടുക്കുന്നത് അത്യാവശ്യമാണ്. ഒന്നാമതായി, കിഴക്ക് വടക്ക് ഏറ്റവും നല്ല ദിശയാണ്. രണ്ടാമതായി, തുളസിത്തറയിൽ വെക്കുക. മൂന്നാമതായി, പൂജാമുറിക്ക് സമീപം വെക്കുന്നത് അനുഗ്രഹം വർദ്ധിപ്പിക്കും. നാലാമതായി, മുറ്റത്ത് പ്രകാശമുള്ള ഭാഗം. വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയും. ഇനി തുളസി നടുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് തുളസി വയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, അത് കൃത്യമായും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വീട് വരെ മുടിയുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. വീട്ടിൽ തുളസി തെറ്റായ സ്ഥലത്ത് വെച്ചാൽ അത് അനിഷ്ടഫലങ്ങൾ ഉണ്ടാക്കും. പണ്ടുകാലം മുതലുള്ള വിശ്വാസമനുസരിച്ച് തെറ്റായ സ്ഥലത്ത് തുളസി വെക്കുന്നത് വീടിൻ്റെ നാമതായി. നമ്മൾ എവിടെയൊക്കെയാണ് വെക്കാൻ പാടില്ലാത്ത സ്ഥലമെന്ന് നോക്കാം. 1. ടോയ്ലറ്റിനടുത്ത്. 2. കിച്ചണിനുള്ളിൽ. 3. ദക്ഷിണ ദിശയിൽ. 4. തുളസി ഒരു സാധാരണ ചെടിയല്ല, ഭക്തിയുടെ പ്രതീകമാണ്. ശരിയായ സ്ഥലത്ത് നട്ടാൽ ദൈവകൃപ, സമൃദ്ധി, സന്തോഷം എല്ലാം വീട്ടിൽ നിറയും. പക്ഷേ തെറ്റായ സ്ഥലത്ത് നട്ടാൽ വീടിൻ്റെ ഗതിയും ഭാഗ്യവും തടസ്സപ്പെടുമെന്ന് വിശ്വാസമുണ്ട്. അതിനാൽ വീടിൻ്റെ സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹവും തേടുന്നവർക്ക് തുളസി ശരിയായ സ്ഥലത്ത് നട്ടു സംരക്ഷിക്കുക അനിവാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.